സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗം. സംശയാസ്പദമായ സാഹചര്യമുണ്ടെന്നും കോടതി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിൽ ബോബി ചെമ്മണ്ണൂരിന് ആശ്വാസം. നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ച് കേസ് തീർപ്പാക്കി. കോടതിയെ ചൊടിപ്പിച്ചത് ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാതിരുന്ന ബോബിയുടെ നിലപാട്. വിമർശനങ്ങൾക്ക് പിന്നാലെ നിലപാട് മാറ്റി ബോബി. ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എന്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പടക്കം പൊട്ടിച്ചാഘോഷിക്കാനുള്ള ആരാധകരുടെ ശ്രമം തടഞ്ഞ പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. നിലമ്പൂർ എടക്കരയിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. മരിച്ചത് വിറക് ശേഖരിക്കാൻ പോയ സരോജിനി എന്ന ആദിവാസി സ്ത്രീ. മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം. അപ്പൊ ഇവര് പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ശാശ്വതമായ പരിഹാരം ഇവിടെ വെച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം ബോഡി എടുത്താൽ മതി എന്നുള്ളതാണ്. വയനാട് അമരക്കുരിയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും പിടികൂടാനായില്ല. ഇങ്ങനെ നിറത്തിൻ്റെ പ്രശ്നമാണ്. ഈ നിറത്തിൻ്റെ കയ്യിലാണ് നമ്മളെന്നോട് ഇങ്ങനെ പറയുന്നത്. ഓൾക്ക് ഞാൻ +2 ഉണ്ടായതിന് നിറം വേണം. ആ നിറം എനിക്കില്ലല്ലോ. ഈ വെയിൽ കൊള്ളരുത്, പുറത്തിറങ്ങരുത്, വെയിൽ കൊള്ളരുത്. അങ്ങനെ ഇവൾ കോളേജിലെ അവൾ ഫ്രണ്ട്സൊക്കെ പറയും കോളേജിൽ പോയാൽ അവൾ പുറത്തിറങ്ങൂല. ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് പോലീസ്. ഷഹാന ജീവനൊടുക്കിയത് നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാലെന്ന് കുടുംബം. ഭർത്തു വീട്ടിൽ നേരിട്ട പീഡനവും ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാ. കാരണഭൂതന് ശേഷം കാവലാൾ. വിവാദ തിരുവാതിരയ്ക്ക് പിന്നാലെ പിണറായിയെ പുകഴ്ത്തി സ്തുതിഗീതം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ അവതരിപ്പിക്കും. പാട്ടെഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. ഡൽഹി മദ്യനയക്കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇഡിക്ക് കേന്ദ്രാനുമതി. മനീഷ് സിസോദിയയും വിചാരണ നേരിടേണ്ടി വരും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് ആം ആദ്മി പാർട്ടി. കെജ്രിവാൾ പത്രിക നൽകി. സമവായത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം. പരസ്യമായി ഖേദം പ്രകടിപ്പിക്കേണ്ടെന്ന നിലപാട് തിരുത്തി. സാധിക്കലെ തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വാർത്താക്കുറിപ്പ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി. ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി അനുവദിച്ചില്ല. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. പൂർണ്ണമായും കല്ലറ തുറക്കണമെന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിരാകരിക്കുകയാണോ ചെയ്തത് കോടതി? എന്താണ് കോടതിയുടെ നിലപാട്? പൂർണ്ണമായും നിരാകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. അടുത്താഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം നൽകുന്നതിൽ കോടതി വിമുഖത കാട്ടി എന്ന് വേണം വിലയിരുത്താൻ. കാരണം
നെയ്യാറ്റിൻകര ഗോപന്റെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കാനുള്ള RDO ഉത്തരവ് ചോദ്യം ചെയ്ത് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി വന്നത്. ഡയസ് ആണ് കേസ് പരിഗണിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ജഡ്ജി ചോദിച്ചു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ വിനോദ്, പോലീസിന്റെ തടസ്സമായി നിന്നത് അവിടെ ഉണ്ടായ പ്രാദേശിക പ്രതിഷേധവും ഒടുവിൽ ഈ കോടതിയിലേക്ക് കുടുംബം നീങ്ങിയതുമാണ്. കോടതിയിൽ നിന്നും എന്തായാലും കുടുംബത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കല്ലറ തുറക്കുക അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ഇനി വേഗത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ? എന്താ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? സൈത്ത്, നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കോടതി പാസിംഗ് കമൻറ്റ് എന്ന നിലയ്ക്ക് ഉന്നയിച്ച വാദങ്ങളായി കണക്കാക്കേണ്ടി വരും. തീർപ്പായിട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് വേണം കാണാൻ. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. കുടുംബം നൽകിയ ഹർജിയാണ്. കല്ലറ തുറക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ച് കുടുംബം നൽകിയ ഹർജിയാണ്. അതിലാണ് കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നത്. എവിടെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി. അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹർജിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് തന്നെ അന്വേഷണത്തെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഇല്ല, അങ്ങനെ ഒരിക്കലും അവര് പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ വ്യക്തമാക്കിയതാണ് ഔദ്യോഗികമായി. ഇല്ല, അങ്ങനെയായിട്ട് വരാനുണ്ട്. നിങ്ങൾ മാറ്റി പറയുന്ന ഹിന്ദു ഐക്യവേദിയിൽ ആരാണ്? ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് വന്നാലും സമാധിയിൽ തൊടാൻ അനുവദിക്കില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല. വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേട്ടാ അമ്പലത്തിന്റെ പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. ഇല്ല, വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ. ചേട്ടാ ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ, ഇല്ല ഞാൻ സമ്മതിക്കില്ല. 100-ല് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുതല്ലോ ചേട്ടാ. ഞാൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. വീടായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്ഷേത്രം വെക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനം ചേട്ടാ ഇത് ആലോചിച്ച കാര്യങ്ങൾ വായിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയാം. ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ. കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്.
അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. ഞാൻ എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്തണം. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനുള്ള കാരണം? ഗോപൻസ്വാമിയുടെ മകന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. കൃത്യമായ കോടതി ചോദ്യത്തോട് കുടുംബത്തിന് മറുപടിയില്ല എന്നതാണ് സാഹചര്യം. എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യത്തിന് കുടുംബത്തിന് ഉത്തരമില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അവിടെ നടപടിക്കെത്തിയ പോലീസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു, സംഘടിച്ചെത്തുന്നു, അതിന് ജാതീയമായ പരിവേഷങ്ങൾ നൽകുന്നു, മറ്റു മതവിഭാഗങ്ങളുടെ സമ്മർദ്ദമാണ് ഈ നീക്കത്തിന് ഇടവയ്ക്കുന്നതെന്ന് പറയുന്നു. പുതിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. എന്തായാലും ഈ ഗോപൻസ്വാമിയുടെ മരണം, അതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വേണ്ടിവരും. അതിന് അന്വേഷണം നടക്കണം, പോസ്റ്റ്മോർട്ടം നടക്കണം. അതിന് സ്വാഭാവികമായും കല്ലറ തുറന്നേ മതിയാവൂ എന്നതാണ് സാഹചര്യം. എന്തായാലും കുടുംബത്തിന്റെ ഹർജി തള്ളി എന്നതാണ് നിലവിലെ സാഹചര്യം. വിനോദ്, നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് വേഗത്തിൽ മുന്നോട്ട് പോകാം. ഈ കോടതി ഹർജി തീർപ്പാക്കുന്നതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? സൈറ്റ് വിധി പൂർണ്ണമായും പുറത്തു വരേണ്ടതുണ്ട്. വീണ്ടും ഈ അടുത്ത ആഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കല്ലറ ഇപ്പോൾ തന്നെ തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്? ഇതെല്ലാം തന്നെ ഈ വിധി പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്ന ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. ഏതായിരുന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കല്ലറ തുറക്കും, അത് തുറക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത്തരം കാര്യങ്ങൾ തന്നെയാണ് കോടതി നിരീക്ഷണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയാണ്. അതിൽ മതധ്രുവീകരണമൊക്കെ കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്താണ് നിയമം. ഒരാൾ മരിക്കുന്നു, ആ മരണത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട്, വീട്ടുകാരാകട്ടെ ഉരുണ്ട് കളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്ന് കോടതി പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ അന്വേഷണം തടയാനാകില്ല. അതായത് ഇവർ ഉന്നയിക്കുന്ന വാദം ഇത് സ്വാഭാവികമായി ഉണ്ടായ സമാധിയാണ്, അതിന് അനുബന്ധമായ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഇല്ലാത്ത പക്ഷം ഈ അന്വേഷണം തടയാനാവില്ല എന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന പരാമർശം ഉണ്ടായിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. അതായത് ഇതൊരു കേസ് തന്നെയാണ്, പ്രഥമദൃഷ്ട്യാ ഒരു കേസായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് പോലീസിന് മുന്നോട്ട് പോകാം. അന്വേഷണത്തിൽ മറ്റു കുഴപ്പമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ആ FIR റദ്ദാവുന്നതുമാണ്. പക്ഷേ ഇവിടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുകയാണ്. സജിത്ത്, എന്തായാലും അവിടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഗോപൻസ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. കാരണം എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ മരണത്തിൻ്റെ വ്യക്തത തേടേണ്ടത് സ്വാഭാവിക നിയമ സംവിധാനത്തിൽ ആവശ്യമാണ്. അതിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം. ഇപ്പോൾ RDO നൽകിയ അനുമതിക്ക് സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. നിലമ്പൂർ ഉച്ചക്കുളം കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ആദിവാസി സ്ത്രീ ജീവൻ വെടിഞ്ഞ് കിടക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ ഇവിടുന്ന് ഈ മൃതദേഹം കൊണ്ടുപോകുവാൻ പ്രദേശവാസികൾ സമ്മതിക്കുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണം. കളക്ടർ ഇവിടെ എത്തണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ DCC പ്രസിഡന്റ് VS ജോയ്, അതുപോലെ അരുൺ ഷൗക്കത്തൊക്കെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് എല്ലാവരും അത് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അവസ്ഥ? അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിരന്തരമായി ഈ ആക്രമണങ്ങളെ നേരിടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു പരിഹാരവും ഇതിനില്ല. DFOയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്ന് പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു, പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു. ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം
ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ശാശ്വതമായ പരിഹാരം ഇവിടെ വെച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം ബോഡി എടുത്താൽ മതി എന്നുള്ളതാണ്. അവർ പറയുന്നത് വളരെ ന്യായമാണ്. അവരുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഒരു സുരക്ഷിതത്വമില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വനസമ്പത്താണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരെ, ഈ കോളനിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്തുകൊണ്ട് വിനിയോഗിച്ചൂടാ? ഇപ്പോഴും ഫണ്ടില്ല എന്നാ പറയുന്നത്. ഓരോ വർഷവും എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് ഇവിടുന്ന് പോകുന്നത് ഈ വനമേഖലയിൽ നിന്ന്. ആ സ്വത്തിന്റെ ഇടയിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന കൂട്ടമായ ആക്രമണങ്ങളെ നേരിടുന്നത്. ഇപ്പൊ പറയുന്നു കിഫ്ബി ആയിരുന്നു, കിഫ്ബിയിൽ ഫണ്ടില്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ഇവർക്ക് ശാശ്വതമായൊരു സംരക്ഷണം ഉണ്ടാവണം. അതിന് DFO പറഞ്ഞാൽ പോരാ, അത് കലക്ടർ അല്ലെങ്കിൽ കലക്ടർ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആ കാര്യം വന്ന് കൃത്യമായി പറയണം എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞാലും പോരാ, അത് എഴുതി തരണം എന്നതാണ് അവരുടെ ഡിമാൻഡ്. അത് വളരെ ന്യായമാണ്. അത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏതൊരറ്റം വരെ വേണമെങ്കിലും അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ തീരുമാനം ഉണ്ടായിട്ടേ ബോഡി എടുക്കുന്നുള്ളൂ എന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം? ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഉച്ചക്കോളം കോളനിയിലുള്ളത്. ഈ കോളനിയിൽ പട്ടാപ്പകൽ പോലും ആനയുടെ വിളയാട്ടാണ്. രാത്രി ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കോളനിവാസികൾ ഈ ആനയുടെ വലിയ ഭീഷണിയിലാണ്. പക്ഷേ അവർക്ക് പ്രാഥമികമായി സംരക്ഷണം ഒരുക്കാൻ ഇവിടെ ട്രെഞ്ചിങ് ഇല്ല, ഫെൻസിങ് ഇല്ല. അടിയന്തരമായി ഇവിടുത്തെ കോളനികൾ വാസികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അടിയന്തരമായി അവർക്ക് ഈ കോളനിക്കകത്ത് കാട്ടാന വരാതെ ഇവിടെ ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കണം. അതാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ മിനിമം ഡിമാൻഡ്. ഞങ്ങൾ അതിനോടൊപ്പമാണ്. വനം വകുപ്പ് കിഫ്ബിയുടെ ഫണ്ടുണ്ട്, ആ ഫണ്ടുണ്ട്, ഈ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞ് 2-2.5 വർഷമായി ഇത് വലിച്ച് നീട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും DFO ഉറപ്പ് നൽകിയാലും DFO നിരന്തരമായി തന്ന ഉറപ്പ് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഉത്തരവാദിത്തപ്പെട്ട സബ് കളക്ടർമാർ ഇവിടെ നേരിട്ട് വന്ന് ഈ ഉറപ്പ് കൊടുത്ത്, രേഖാമൂലം ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ബോഡി ഇവിടുന്ന് മാറ്റാൻ കോളനിയിലെ ഇതിന്റെ കുടുംബാംഗങ്ങൾ സമ്മതിക്കുള്ളൂ. ആ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ. ഇവിടെ ട്രെഞ്ചാണ് ഇവിടെ പിന്നെ നിർബന്ധമായിട്ട് ഇവിടെ വേണ്ടത്. ഇവര് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ തലമുറ, എന്റെ അമ്മനച്ഛന്മാരുള്ള കാലത്ത് ഇവരോട് പറഞ്ഞ വർത്തമാനം ഇവിടെ ട്രെഞ്ച് കെടുത്തരാം, മതിൽ കെടുത്തരാം വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതുവരെ ഒന്നും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അതെ, അല്ലാതെ പിന്നെ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ പോലും ഇങ്ങോട്ട് പരിസരത്തേക്ക് വരില്ല. അങ്ങനെയാണ് പല പരിപാടി. കളക്ടർ വന്നിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. അതെ, കളക്ടർ വന്നിട്ട് അതിനെ തീരുമാനം തന്നത് അതാണ് ഇപ്പൊ ഞങ്ങളെ നിർബന്ധം. ഇത് തന്നെ. അതെ. ഇവിടെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? ഞങ്ങളിവിടെ ഒരു 32 കുടുംബം ഉണ്ടാവും. എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഇരിക്കണം. അതെ. ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതോടൊപ്പം ഇവര് പിന്നെ ഈ കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് ഉപജീവനമാർഗം നടത്തുന്നത്. അപ്പോൾ ആ മരിച്ച കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ ആ കുട്ടിക്കൊരു ജോലി സർക്കാരിന്റെ വക അത് കൊടുക്കണം. അതൊക്കെയാണ് ഇവരെ ഒരു ഡിമാൻഡായിട്ട് പറയാനുള്ളത്. ഇങ്ങനെ രാവിലെ സംഭവം ഉണ്ടായതെന്ന് രാവിലെ പോത്തിനെ കൊണ്ട് പോയത് നോക്കണം. പോത്ത് രാവിലെ പാർത്ത് കഴിച്ചു വിട്ടപ്പോൾ കാട് കയറി പോയപ്പോൾ പോത്തിനെ തെളിച്ചു കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അല്ല അതിന്റെ ഭർത്താവുണ്ട്, 5 ആളുണ്ടായിരുന്നു. അതിൽ ബാക്കിലാര് വീണത് ഇതാണ്. അങ്ങനെ പാവപ്പെട്ട കുടുംബമാണ്. പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും 3 മക്കളും, 2 പെൺമക്കളും, 1 ആൺകുട്ടിയുള്ളത്. അതിൽ ഭർത്താവിന് സുഖമല്ല. ഈ കുടുംബത്തിനെ സംരക്ഷിച്ചിരുന്നപ്പോൾ ഈ മരിച്ചായി കിടക്കുന്ന ഈ സരോജിനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവർ ആടിനെ മേച്ചും പോത്തിനെ മേച്ചുമാണ് ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ വനവിഭവങ്ങൾ ഇവർക്ക് കിട്ടണില്ല. വനത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കണില്ല. ഈ വനാവകാശ നിയമമൊക്കെ ഇവരെപ്പോലുള്ള വലിയ പ്രതിഷേധമാണ് കോളനിയിൽ ഉണ്ടാവുന്നത്. മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നതാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സജിത്ത്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇപ്പോൾ ഇവിടെ ഉച്ചക്കുളം കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവരാവശ്യപ്പെടുന്നത് വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ നൽകുന്നതിന് ശാശ്വതമായ സംവിധാനങ്ങളാണ് വേണ്ടത്. ഈ ഒരു പ്രദേശം നിൽക്കുന്നത് വനത്തിനുള്ളിലാണ് എന്ന് തന്നെ പറയാം. പുറം ലോകത്തേക്ക് 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്യജീവി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ കോളനിക്ക് ചുറ്റും
ചുറ്റും ട്രഞ്ച് നിർമ്മിക്കുക, അതായത് കാട്ടാനയ്ക്കും മറ്റു വന്യമൃഗങ്ങൾക്ക് ഇറങ്ങി കയറാൻ കഴിയാത്ത രീതിയിലുള്ള ട്രഞ്ച് നിർമ്മിക്കുക, വൈദ്യുതി വേലി നിർമ്മിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ മരിച്ച ഈ സരോജിനിയുടെ കുടുംബത്തിന് സർക്കാരിന്റെ സഹായം വേണം. അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ, അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ സബ് കളക്ടർ എത്തി അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ള സർക്കുലർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം മഞ്ചേരിയിലേക്കോ നിലമ്പൂരിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുക എന്നാണ് അറിയാനാകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കുടുംബം, ആദിവാസി സ്ത്രീയുടെ മരണം, അതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതിനിടയിൽ സുപ്രധാനമായൊരു വാർത്ത തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. വന നിയമ ഭേദഗതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുകയാണ്. ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. സഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക മന്ത്രിസഭ തീരുമാനിച്ചു. വിവാദമായ പശ്ചാത്തലത്തിലാണ് വന ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ബോബി മാപ്പ് പറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നാക്കുപിഴയെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇനി ഇത്തരത്തിൽ ആവർത്തിക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോൾ കോടതിയിൽ അറിയിച്ചു. അതേസമയം കോടതി കർശനമായ താക്കീതും നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുന്നു, കോടതി അത് സ്വീകരിക്കുന്നു. ഇതോടുകൂടി ആ വിവാദ നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിക്കുകയാണോ? അങ്ങനെയാണ് സജിത്ത്. ഇപ്പോൾ ആ നീക്കങ്ങൾ അവസാനിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ നിരുപാധികമായ ജാമ്യാപേക്ഷ അത് കോടതി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ നടപടികൾ അവസാനിക്കുകയാണ്. നേരത്തെ ഈ കോടതി പല നിശിതമായ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിന് ഇക്കാര്യങ്ങളിൽ നേരിടേണ്ടി വന്നത്. തുടക്കം ഇന്ന് 2 തവണയായി കേസ് പരിഗണിച്ചു. അതിനുശേഷമാണ് 3ാം വട്ടം ഇത് തീർപ്പാക്കുന്ന രീതിയിലേക്ക് നിരുപാധിക മാപ്പ് അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് വന്നത്. ആദ്യ 2 ഘട്ടം പരിഗണിക്കുമ്പോഴും അത് ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചിട്ടും പുറത്തേക്ക് പോകാനിരുന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് പ്രതിഭാഗത്തോടും അതോടൊപ്പം തന്നെ സർക്കാർ അഭിഭാഷകനോടും ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയില്ല എന്നത് പറയുന്നതിന് വേണ്ടി. ഇതിൽ ഈ കാര്യങ്ങളിൽ പറഞ്ഞത് അത് മാത്രവുമല്ല, ഇയാളുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് നാവുപിഴ കൊണ്ട് സംഭവിച്ചു പോയതാണെന്നാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത്. റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകന് ഇന്നാണ് ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മെട്രോ പണിയിൽ ഉണ്ടായിരുന്നതിനാൽ അവിടേക്ക് ട്രാഫിക് ജാം ആയതുകൊണ്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല ജയിലിലേക്ക് എന്നത് അദ്ദേഹം പറയുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ സ്വന്തം കാര്യം നോക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും പറഞ്ഞു. തുടർന്നാണ് നിരുപാധിക മാപ്പ് പറയുന്നതായി. മാത്രവുമല്ല, ഇതുപോലുള്ള ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇനി ഉണ്ടാവരുതെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബോധിപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇത് നടപടികൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. യെസ്, അതാണ് സാഹചര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ തൃശ്ശൂരിലെ വസതിയാണ്. അദ്ദേഹം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളെ 4 മണിക്ക് കാണുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് പിന്നോട്ട് പോയി എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ അദ്ദേഹം നിരുപാധികമായ മാപ്പപേക്ഷയാണ് നടത്തിയിരിക്കുന്നത്. തൻ്റെ ഭാഗത്തു നിന്നും ഇനി അത്തരം വീഴ്ചകൾ ഉണ്ടാവില്ല, തെറ്റുപറ്റി എന്നതാണ്. കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് സാഹചര്യം. ഇന്ന് രാവിലെ ഈ കോടതിയുടെ പെട്ടെന്നുള്ള ഇടപെടൽ തിരിച്ചറിഞ്ഞ അഭിഭാഷകർ രാവിലെ തന്നെ തിടുക്കത്തിൽ രേഖകൾ ഹാജരാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കിയത്. ജയിലിൽ തുടർന്നത് സഹതടവുകാരെ സഹായിക്കാനായിരുന്നു എന്നതായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ മോചിതനാവാൻ കഴിയാത്ത പല സഹതടവുകാരും തന്നോട് പരാതി പറഞ്ഞെന്നും അതിനാലാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതുമെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചത്. എന്നാൽ ഇത് നാടകമല്ലേ എന്ന ചോദ്യത്തിന് എന്തിന് ആയിരുന്നു ഈ നാടകം എന്നതാണ് ബോബിയുടെ മറുപടി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. ബോബിയുടെ മോചനം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ആരാധകരുടെ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു.
ആ പടക്കം പൊട്ടിക്കാൻ തന്നെയാ നിയമലംഘനമല്ല. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നട റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കം കൊണ്ടുവന്ന് തന്നെ പടക്കങ്ങളെ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, ഒരല്പം ബ്ലോക്ക് ആയിപ്പോയി. ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണിത്. കള്ളക്കേസിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒരുപാട് പേരെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തുന്നു. അതിനെതിരെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ അതിശക്തമായ ഇല്ല അങ്ങനെ ഒരു അനുവാദമൊന്നുമില്ല. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കാനും എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ഓരോ പ്രത്യേക അവസരങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം. അതല്ലാതെ ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവും. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നിറം കുറഞ്ഞു പോയതിന്റെ പേരിൽ വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ ഭർത്താവ് വാഹിദ് നിരന്തരമായി സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ടാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമമുണ്ടാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നിറം പോരുന്ന ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത്. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓക്ക് ഓൾ അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ വെച്ചാൽ ഇവള് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവനൊരു ഇതും ഡൈവോഴ്സ് ആവുമോ എന്നുള്ളൊരു ഇവൻ വേണ്ടെന്ന് പറയുകയാണേ നമ്മൾ മുന്നോട്ട് പോലും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ഡൈവോഴ്സ് ആവുമോ, ഡൈവോഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് പറയാതെ മറച്ചു വെച്ചാണ്. ഈ ലാസ്റ്റത്തെ ഒരു 2 മാസമാണ് നമ്മൾ അറിയുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി. കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത്. തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിങ്ങും ചികിത്സയും നൽകി. ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർട്ട് എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതില്ല, അതിലൊക്കെ കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം. അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും. വാഹന കുടുംബത്തിനെതിരെയാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷഹാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ന്യൂസ് 18 മലപ്പുറം. ലോകം പ്രയാഗ്രാജിൽ. ദിഗംബരന്മാരായ നാഗസന്യാസികൾ കുംഭമേളയുടെ പ്രധാന പങ്കാളികളിൽ ചിലരാണ്. വേഷഭൂഷാദികൾ കൊണ്ടും വസ്ത്രധാരണമില്ലാത്ത പ്രത്യക്ഷപ്പെട്ടും ആചാരങ്ങളിലെ സവിശേഷതകൾ കൊണ്ടും വ്യത്യസ്തരാണിവർ. ഇവരിൽ ചിലരോട് സംസാരിച്ചു ന്യൂസ് 18 സംഘം.
ഘാടകളിൽ വ്യത്യസ്തങ്ങളായ വേഷഭൂഷാദികളുള്ള നിരവധി സാധുക്കൾ, സന്യാസികളുടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ നമ്മുടെ ഈ ലൗകിക ലോകവുമായി അധികം ബന്ധമുള്ളവരല്ല. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരിൽ ചിലരോടൊന്ന് സംസാരിക്കാം. സ്വാമിജി, ആപ് കിധർ സെ? हम लोग उत्तराखंड से। सर, कैसा आश्रम है? खड़ा है, खड़ा उधर रहता है। ये कुंभ मेला के लिए आया है जी। क्या क्या हो रहा है कुंभ मेला में? क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है। ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവോത്തമനെ പോലെയുള്ളവർ, കാട്ടിൽ മാത്രം താമസിക്കുന്ന, കുംഭമേളയ്ക്ക് മാത്രം പുറം ലോകം കാണുന്ന, കാട്ടുകരികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന ദിഗംബർ ഭവാനിഗിരിയും. किधर से आए? हम अमरकंटक से आए। अमरकंटक आश्रम है? हाँ जी, कुटिया है जंगल में। जंगल में जी। किस जंगल में? अमरकंटक, नर्मदा उद्गम स्थल। और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ। रहना कैसा, गुफा में रहना किधर है? हाँ, झोपड़ी में। झोपड़ी में? जी हाँ। सिर्फ मेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है। उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है। हाँ, वही खाता है। वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते। हाँ जी। आपका वस्त्र है भस्म? भस्म वस्त्र है ना, ये भगवान का वस्त्र है, हमको दिया है भगवान ने। ദിഗംബർ ഭഗവാൻഗിരി എന്ന ഇദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ കഴിയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുഗ്രഹം തേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കുംഭമേള എന്ന മഹാമേളയിൽ എത്താനുമൊക്കെയായി. ഇത്തരം സാധുക്കളായ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഓംകാരേശ്വറിൽ ആശ്രമമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയ് പൂരി ബാബയും. किधर से आया है? ओमकारेश्वर। उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा। आश्रम है? अच्छा, ये कुंभ मेला के लिए आया है? हाँ। कितना दिन हो गए? 20 दिन हो गए। खाना पीना सब कुछ इधर ही है? हाँ, होता है, सब यहीं पे होता है। हाँ, खुद ही बनाते हैं, साथ कोई नहीं है अपने। अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला। ഇങ്ങനെ കുംഭമേളയിൽ ലോകമെങ്ങും കാണാത്ത വ്യത്യസ്ത കാഴ്ചകളുടെ സംഗമ ഭൂമിയാണ്. ജൈന വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരായ ഈ സന്യാസികൾ പലരും കുംഭമേളയ്ക്ക് മാത്രമാണ് പുറം ലോകം കാണുന്നത്. അതിനുശേഷം പുറം ലോകത്തോട് സമ്പർക്കമില്ലാതെ അവരുടെ ജീവിത രീതികളുമായി മടങ്ങും. കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7320, പവന് 58,560. 18 ക്യാരറ്റ് ഗ്രാമിന് 6050, പവന് 48,400. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാവുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം. ഇപ്പോൾ ബോബി